നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, പരിക്കുകൾ പറ്റാതെ എക്സ്പയറി കഴിഞ്ഞു. ഇനി നാളെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണുള്ളത്. ഇന്ന് നിഫ്റ്റി അതിന് ഇൻട്രാഡേ ലോയിൽ നിന്ന്, അഥവാ ഇന്നലത്തെ തിങ്കളാഴ്ചയിലെ ലോയിൽ നിന്ന് 200 പോയിന്റിൻ്റെ ശക്തമായൊരു റാലി രേഖപ്പെടുത്തി പോസിറ്റീവിലാണ് നിഫ്റ്റി നിലകൊണ്ടിട്ടുള്ളത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിനോട് കലഹിച്ച് യാതൊരു ബന്ധമില്ലാതെയാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ ഈ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ വെയിറ്റേജ് എടുക്കുകയാണെങ്കിൽ 5 ഇയർ ലോയാണ്. 33% ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ വെയിറ്റേജ് നിഫ്റ്റിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 38% ബാങ്കിങ് സെക്ടറിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ കമ്പനികൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് അത് വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. HDFC ബാങ്ക് സ്ട്രീറ്റ് എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള റിസൾട്ട് വന്നില്ല. ഈവൻ HDFC ബാങ്കിൻ്റെയും ആ ഒരു മെർജിന് ശേഷം വലിയ തോതിൽ താളം തെറ്റിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. നമുക്ക് എല്ലാം തന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ആദ്യം നമുക്ക് സെക്ടർ പെർഫോമൻസ് നോക്കാം. സെക്ടർ പെർഫോമൻസിൽ IT 3% റാലി, മെറ്റൽ, ഓട്ടോ, ഫാർമ, എനർജി, റിയാലിറ്റി, ഫിനാൻഷ്യൽ സർവീസ്, മീഡിയ തുടങ്ങിയ സെക്ടേഴ്സ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ FMCG ബാങ്കും PSU ബാങ്കും റെഡിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. 21,763 ഇന്നലത്തെ ലോയാണ്. എൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ എക്സ് ആക്സിസിൽ കാണാൻ സാധിക്കും. മൺഡേ ഫെബ്രുവരി 5 തീയതി 15 അതായത് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ആ ഒരു സമയത്തുള്ള ലോ തന്നെ ഇന്ന് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും അതിൽ നിന്ന് ഇൻട്രാഡേ ലോയിൽ നിന്ന് ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി 21,938 200 പോയിൻറ്റിൻ്റെ അടുത്ത് നിഫ്റ്റി റാലി രേഖപ്പെടുത്തി 137 പോയിൻറ്റ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ സെൻസെക്സ് 454 പോയിൻറ്റിൻ്റെ ഒരു റാലി കണ്ടു. ബാങ്ക് നിഫ്റ്റിയിൽ 134 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും NSEയിൽ 1365 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 781 കമ്പനീസിൽ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ളൂ. BPCയിൽ റാലി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 9% റാലി രേഖപ്പെടുത്തിയിരുന്നു. ഫർദറായിട്ട് 6%, HDFC ലൈഫ് 5.5%, HCL ടേക്ക് IT കമ്പനി 4%, TCS 4%, മാരുതി സുസുക്കി 4%. ശക്തമായ റാലി. പവർ ഗ്രിഡ്, ബ്രിട്ടാനിയ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ITC, കൊടാക് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 3% അടുത്ത് വരെ ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 57 പോയിൻറ്റ് മൈനസാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1% ഉയർന്ന് 15.78 എന്ന നിലയിലാണ്. ബിറ്റ്കോയിൻ 369 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 42,815. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ട്രേഡിംഗ് തുടരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന യൂറോപ്യൻ മാർക്കറ്റാണ് അതിന് മുകളിലുള്ളത്. FTSE, CAC 40, DAX എല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റാണ്. ഫ്രാൻസ്, UK മാർക്കറ്റുകളാണ്, അതെല്ലാം തന്നെ ഫ്ലാറ്റാണ്. നിക്കി, കോസ്പി, ഷാങ്ഹായ്, ഓസ്ട്രേലിയ വ്യാപാരം അവസാനിപ്പിച്ച ഏഷ്യൻ മാർക്കറ്റാണ്, അതെല്ലാം തന്നെ റെഡിലാണുള്ളത്. ഷാങ്ഹായ്, ചൈന മാത്രം 3.5% റാലി. അതിന് മുകളിലുള്ളത് ബ്രന്റ് ഓയിൽ $78.45 പെർ ബാരൽ. അതിന് മുകളിലുള്ളത് ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 82 രൂപ 98 പൈസ. അതിന് മുകളിൽ ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള പെർ ഔൺസിൻ്റെ വിലയാണ് $2022. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിന് മുമ്പ് എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഇത്രയധികം ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് കാണുന്നത്? ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ആർക്കാണ് ഉള്ളത്? HDFC ബാങ്ക്. അപ്പോൾ പിന്നെ HDFC ബാങ്കിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. കാണാം സ്ക്രീനിൽ HDFC ബാങ്കിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അടുത്ത മണിയുള്ളത് 1440. 1500 റേഞ്ചിൽ ഒരു വലിയ ഒരു റെഡ് ക്യാൻഡിൽ കാണാം. റെഡ് ക്യാൻഡിൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും ടോപ്പിൽ കാണാം റെഡ് മീൻ ചെയ്യുന്നത് കോൾ OI ആണ്. അതായത് 1500 എന്ന ആ ഒരു റേഞ്ച്. ഹയർ കോൾ റൈറ്റിംഗ് ഉണ്ട്. കോൾ റൈറ്റിംഗ് എന്താണെന്ന് നമുക്ക് അറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ ശനിയാഴ്ച കൃത്യമായിട്ട് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു. കൂടാതെ തന്നെ PCR 0.7 ആണ്. HDFC ബാങ്കിൻ്റെ കോൾ റൈറ്റിംഗ് 3.63 CR, പുട്ട് റൈറ്റിംഗ് 2.56 CR. അപ്പോൾ HDFC ബാങ്കിന് ആളുകൾ കൂടുതൽ ഷോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി വീഴുക? അതേ അവസ്ഥ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. സ്പോട്ടുള്ളത് 45,700, PCR 0.7 കാണാം. 46, 46,600, 47,000 എല്ലാം തന്നെ മേജർ റെസിസ്റ്റൻസ് സോണുകളാണ്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 45, 44,500 ആണുള്ളത്. നമുക്ക് നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റിയുടെ
എക്സ്പയറി ഉള്ളത് വ്യാഴാഴ്ച ദിവസമാണ്. കൺഫ്യൂസ്ഡ് ആവരുത്, കാരണം ഈ മന്ത്ലി എക്സ്പയറി ഉള്ള അവസരത്തിൽ മാത്രമാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വ്യാഴാഴ്ച എക്സ്പയറി ആകുന്നത്. അല്ലാതെയുള്ള ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറീസ് എല്ലാം തന്നെ ബുധനാഴ്ചയാണ് ഉള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ നോക്കാം. സ്പോട്ട് 21,929, നിഫ്റ്റി 22,000, 22,250 ആ റേഞ്ചുകളിലെല്ലാം തന്നെ നിഫ്റ്റി പക്ഷേ 1 ആണ് PCR. അതിനർത്ഥം പുട്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ പുട്ട് സൈഡിൽ നമുക്ക് കാണാം 21,900, 21,700, 21,600, 21,500 എല്ലാം തന്നെ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് റൈറ്റിംഗ് കാണുന്നുണ്ട്. PCR 1 ആണ്. അതാണ് ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ അവഗണിച്ച് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി പിഴങ്ങി നിന്നെങ്കിൽ കൂടി നിഫ്റ്റി മുന്നേറിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ നിന്നുള്ള ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഈ രീതിയിലാണ് ഫോം ആയിട്ടുള്ളത്. അതനുസരിച്ചാണ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ ഡേറ്റാസും എല്ലാം തന്നെ പരിശോധിച്ച് കഴിഞ്ഞു. നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ ഞായറാഴ്ച കോഴിക്കോട് വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അതിനുശേഷം കൊച്ചിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൊച്ചിയിലും കോഴിക്കോടും ക്ലാസ് റൂമിൽ ഇരുന്ന് വളരെ ലളിതമായിട്ട് പഠിക്കാം. കൂടാതെ തന്നെ സപ്പോർട്ട് പീരീഡും ഉണ്ട്. ഈ സമയത്ത് നമ്മളെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യമായിട്ട് പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. പേടിഎം ഇന്ന് 3.5% ഒരു റാലി എന്ന് പറയാൻ സാധിക്കില്ല, ഒരു റിക്കവറി കണ്ടു. ഈ പേടിഎമ്മിൻ്റെ CEO വിജയ് ശേഖർ ശർമ്മ RBI ഓഫീഷ്യൽസിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല 20% വെച്ച് 2 തവണ ലോവർ സർക്യൂട്ട്, വീണ്ടും ഒരു 10% ലോവർ സർക്യൂട്ട്, ഈവൻ ഇന്നും ലോവർ സർക്യൂട്ട് ആയിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. സ്റ്റിൽ അതിനുശേഷം പേടിഎം ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ലോവർ പ്രൈസിലേക്ക് പേടിഎം ഫോളോ ചെയ്തപ്പോൾ ബോട്ടം ലെവലിൽ കുറച്ച് ബൈയിങ് നടത്തി. കൂടാതെ തന്നെ മോർഗൻ സ്റ്റാൻലി പേടിഎമ്മിൻ്റെ 50 ലക്ഷം ഷെയറുകൾ 2ാം ദിവസം തന്നെ ബൈ ചെയ്തിരുന്നു. ഇതൊന്നും തന്നെ പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ന്യൂസുകളല്ല. നമ്മുടെ ചാനലിൽ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഉള്ളത്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അത് നമ്മളുടെ സ്വന്തം ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് അത് വിലയിരുത്തുക. TCS ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനി TCS സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 4,135 രൂപ എന്ന നിരക്കിലാണ്. ഇപ്പോൾ സ്റ്റോക്ക് 52 വീക്ക് ഹൈ ആണ്. അതുമാത്രമല്ല 15 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് സ്റ്റോക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ടാറ്റ മോട്ടേഴ്സ് TCSനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. TCSൻ്റെ ഷെയർ ബൈബാക്ക് പ്രൈസ് ഉണ്ടായിരുന്നത് 4,150 രൂപയായിരുന്നു. അപ്പോൾ ആ ഒരു ബൈബാക്ക് പ്രൈസിലേക്ക് സ്റ്റോക്ക് തിരികെ എത്തിയിട്ടുണ്ട്. യെസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, HDFC ബാങ്കിന് യെസ് ബാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റേക്ക് 10% RBI ഉയർത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. സമാനമായ രീതിയിൽ HDFC ബാങ്കിന് നമ്മളുടെ LICക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 10% ഉയർത്തിയത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിരുന്നു. HDFC ബാങ്കിൽ എന്നാൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായില്ല. ഇന്ന് യെസ് ബാങ്കിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. യെസ് ബാങ്ക് ഇന്ന് ഒരു 13% റാലി രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്പനി ബോംബെ കേന്ദ്രമായിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 6% ഉയർച്ച രേഖപ്പെടുത്തി. 58 കോടി രൂപ ഇവർ കഴിഞ്ഞ തവണയാണ് ഉണ്ടായിരുന്നത്. അത് 62 കോടി രൂപയിലേക്ക് ഉയർന്നു. JK ടയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3 മടങ്ങ് ഉയർന്ന് 221 കോടി രൂപ കരസ്ഥമാക്കി. ഡിവിഡൻഡ് 1 രൂപ പെർ ഷെയറിന് അവർ അനുവദിച്ചു. IPOയിലേക്ക് വരുമ്പോൾ BLS ഇൻ്റർനാഷണൽ കമ്പനിയുടെ പാരൻറ്റ് കമ്പനിയുടെ BLS സർവീസിൻ്റെ IPO ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം 129% റിട്ടേൺ കിട്ടി. ഇത് BLS ഇൻ്റർനാഷണൽ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് നിലവിൽ 7 രൂപ ഡിസ്കൗണ്ട് പ്രൈസിൽ അവർ അനുവദിച്ചിരുന്നു. TTK പ്രസ്റ്റീജ് കമ്പനി ഹോം അപ്ലയൻസ് കമ്പനിയാണ്. അപ്പോൾ അവർ ഇന്ന് ഏകദേശം 8% റാലി രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റ് ഉയർന്നതാണ് കാരണം. അപ്പോൾ ഈ ഒരു ഉത്സവ സീസണൊക്കെ അനുബന്ധിച്ച് ഇവരുടെ സെയിൽസ്, ഈ ഹോം അപ്ലയൻസ് TTK പ്രസ്റ്റീജ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗ, പ്രഷർ കുക്കർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവർക്കുണ്ട്. സുവൻ ഫാർമ ഇന്ന് ഏകദേശം 10% ഫോൾ ഉണ്ടാക്കിയ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 56% ഇടിഞ്ഞതാണ് കാരണം. അജ്മീർ റിയാലിറ്റി ഇവർ റിയാലിറ്റി കമ്പനിയാണ്. 20% അപ്പർ സർക്യൂട്ട് മികച്ച സെയിൽസ് കിട്ടിയതാണ് കാരണം. ക്യാമ്സിൻ്റെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്നു. കൂടാതെ തന്നെ 12 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. തെർമാക്സ് കമ്പനി ഇവർ 71 കോടി രൂപ മുടക്കി TCA പ്രോസസ് എക്യുപ്മെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. L&T കമ്പനി ബ്രഹ്മപുത്ര റിവറിന് അക്രോസ് ആയിട്ട് ഇവർ ഒരു കേബിൾ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ
21 കിലോമീറ്റർ തറകെയുള്ള ഒരു ഓർഡർ L&Tക്ക് കിട്ടി. L&T എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിലെ ഹെവി ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് L&T. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, അരാംകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലുള്ള ഓയിൽ കമ്പനിയാണ്. അരാംകോയായിട്ട് ടൈപ്പായിട്ട് സൗദി അറേബ്യയിൽ ഒരുപാട് കൺസ്ട്രക്ഷൻസ് എല്ലാം തന്നെ, ഈവൻ UAE-ലും ഒരുപാട് കൺസ്ട്രക്ഷൻസ് എല്ലാം തന്നെ നടത്തുന്ന കമ്പനിയാണ് L&T. അപ്പോൾ നാളെ രാവിലെ 7:30 വിശദമായിട്ടുള്ള പുത്തൻ ചൂടേറിയ ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ബൈ ഓൾ.